Yeah, yeah. Thank you, man. അങ്ങനെ നമ്മൾ എൻജോയ് ചെയ്തിരിക്കുമ്പോഴാണ് നമ്മുടെ ഗോവൻ ഫിഷ് താലി വന്നത്. എന്തായാലും നമുക്ക് ഒരുമിച്ച് നമ്മുടെ ഗോവൻ ഫിഷ് താലിയിലെ ഐറ്റംസ് ഒക്കെ പരിചയപ്പെടാം. ആ സൈഡിലുള്ളത് നമ്മുടെ കിങ് ഫിഷ് റവ ഫ്രൈ ആണ്. പിന്നെ സൈഡിലൊരു ഉണക്ക ചെമ്മീൻ്റെ ചമ്മന്തി, റൈസ് പാപ്പഡ്, ഇതാണ് മെയിൻ പ്ലേറ്റിൽ വരുന്നത്. പിന്നെ സൈഡിൽ കുറേ ഐറ്റംസ് ഉണ്ട്. വട്ടത്തിൽ ആ പ്ലേറ്റ് ഒക്കെ കാണാൻ വേണ്ടി നല്ല രസമുണ്ട്. അവരുടെ പ്രസൻറ്റേഷൻ എന്തായാലും കിട്ടു അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം എന്തൊക്കെയുള്ളതെന്ന്. ഈ കിങ് ഫിഷ് റവ ഫ്രൈ കണ്ടിട്ട് ഭയങ്കര ടെംപ്റ്റേഷൻ. അപ്പോൾ ആദ്യം തന്നെ അതിനൊരു പീസ് എടുത്തിട്ട് നമ്മുടെ റൈസിൻ്റെ കൂടെ കൂട്ടി ഒരു പിടി പിടിക്കാൻ വേണ്ടി നോക്കി. പക്ഷെ ഭയങ്കര ചൂടായിരുന്നു. അപ്പോൾ അത് അതേപോലെ തന്നെ താഴെ വെച്ചു. എന്നാലും നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. സാലഡ് ഉണ്ട്, പിന്നെ ഒരു പൈനാപ്പിളിൻ്റെ ഒരു കുഞ്ഞ് കറി വരുന്നുണ്ട്, പിന്നെ ഒരു ഉപ്പേരി ഉണ്ട്, നമ്മുടെ നാട്ടിലെ ഒരു ചീരപ്പേരിൻ്റെ അത് തന്നെ. പിന്നെ നമ്മുടെ എരുന്തിൻ്റെ ഒരു റോസ്റ്റ് വരുന്നുണ്ട്, ക്ലാം റോസ്റ്റ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, അത് ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഞണ്ട് തേങ്ങ അരച്ച് വെച്ച കറിയുണ്ട്, പിന്നെ 2 ടൈപ്പ് ഫിഷ് കറിയുണ്ട്, സൈഡിലൊരു അച്ചാറും വരുന്നുണ്ട്. ഈ ഒരു ഫിഷ് നമ്മുടെ ബാങ്കുട, നമ്മുടെ അയലൻ്റെ ഒരു തേങ്ങ അരച്ച് വെച്ച ഒരു കറിയാണത്. പിന്നെ ഇത് അയലൻ്റെ പോലെ തന്നെ വേറൊരു കറി ഉണ്ടായിരുന്നു, അത് സെയിം തേങ്ങ അരച്ച് വെച്ച ഒരു കറിയായിരുന്നു, അത് പീസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ അച്ചാർ. ഇത്രയാണ് നമ്മുടെ ഗോവൻ ഫിഷ് താലി വരുന്നത്. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നല്ലതായിരുന്നു. സംതിങ് ഹെൽത്തി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഭയങ്കര എണ്ണയൊക്കെ ഇട്ട് ഭയങ്കര ആക്കിയിട്ടൊന്നുമില്ല, ഒരു ഭയങ്കര ഹെൽത്തി ഫീലായിരുന്നു. ലാസ്റ്റ് നമ്മൾ സെറഡൂറ കഴിച്ച് നമ്മൾ ഫുഡ് അടി പരിപാടി അവസാനിപ്പിച്ചു. സെറഡൂറ അത്ര ടേസ്റ്റ് ഇല്ല സത്യം പറയുകയാണെങ്കിൽ. ഇതിനേക്കാളും നല്ല ടേസ്റ്റിൽ സെറഡൂറ നമ്മൾ ഗോവയിൽ നിന്ന് തന്നെ കഴിച്ചിട്ടുണ്ട്.